ഞങ്ങൾ ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയപ്പോൾ ഹോം തിയേറ്റർ എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നില്ല. ഫാമിലി ലിവിംഗ് റൂം എന്നുള്ളൊരു സെപ്പറേറ്റ് കോൺസെപ്റ്റ് മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ അത് നമ്മുടെ തോട്ട് പ്രോസസ്സ് വന്നപ്പോൾ നമ്മൾക്ക് എന്തുകൊണ്ട് ഈ ഫാമിലി ലിവിംഗ് റൂം ഒരു ഹോം തിയേറ്ററായി മാറ്റിക്കൂടാ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വന്നു. അപ്പോഴാണ് നമ്മൾ പലവരെയും മീറ്റ് ചെയ്തിരുന്നു, കൊച്ചിയിൽ പലവരെയും മീറ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണ് സിനിപാൻഡ ജെയിനെ മീറ്റ് ചെയ്യാൻ ഇടവന്നതും. ജെയുടെ ഒരു കോമൺ ക്വാളിറ്റി എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്യാൻ ജെയിന് പറ്റി. പിന്നെ ഹോം തിയേറ്ററിൻ്റെ പല ഫീച്ചേഴ്സും വളരെ ലളിതമായ ഭാഷയിൽ പറയാനും അത് എങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ആവുക, ഈ ഒരു ലിമിറ്റഡ് സ്പേസിൽ എങ്ങനെ ഹോം തിയേറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള സജഷൻസ് എല്ലാം തന്നിട്ടുള്ള ജെയാണ്. അപ്പോൾ സിനിപാൻഡ ടീമിൻ്റെ ആ ഒരു എഫേർട്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്ക് ഈ ഹോം തിയേറ്റർ ഇവിടെ വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാൻ പറ്റിയത്. പിന്നെ ജെയുടെ ഓരോ ഐഡിയാസും, എനിക്കുള്ള ഒരു ആപ്രിയൻഷൻ നമ്മൾ ഇനീഷ്യലി തുടങ്ങിയപ്പോൾ സാധനങ്ങളെല്ലാം ഇന്ത്യയിൽ നിന്ന് തന്നെ വാങ്ങിക്കണോ അതോ ഞാനിപ്പോൾ ഖത്തറിലാണ് അപ്പോൾ ഖത്തറിൽ നിന്ന് കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്നുള്ള ഓരോ കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അതിന് ഓരോന്നിനും ജെയുടെ മനസ്സിലൊരു കോൺക്രീറ്റ് റിപ്ലൈ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് സർവീസിങ് ഇവിടെയായിരിക്കും നല്ലത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചില കോമ്പണൻസ് ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് നല്ലത് എന്നുള്ള ക്ലിയർ കട്ട് റിപ്ലൈസ് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു ഇതിലേക്കും നീങ്ങിയത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ഒരു കോമൺ, നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ സ്പേസ് നോക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് അല്ലെങ്കിൽ നമ്മുടേതായിട്ടൊരു കംഫർട്ട് സോൺ എന്ന് പറയാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സിനിമാ ഭ്രാന്തനാണ്, ഞാനൊരു മൂവി ബഫാണ്. അപ്പോൾ എല്ലാ സിനിമകളും കാണുന്ന എനിക്ക് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ റിലാക്സേഷൻ തോന്നുന്നത് ആ ഒരു റൂമിലിരിക്കുമ്പോഴാണ്. കാരണം അതിൻ്റേതായിട്ടുള്ളൊരു സിംപ്ലിഫൈഡ് ഡിസൈനുമാണ്, കോംപ്ലിക്കേറ്റഡ് ആക്കാതെ വളരെയേറെ നല്ല രീതിയിൽ ചെയ്യാൻ ജെയിനും സിനിപാൻഡ ടീമിനും പറ്റി. ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ ടു ദം. പിന്നെ വൈഫായിരുന്നു ഇവിടെ കൂടുതൽ സമയം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ കമ്മിറ്റ് ചെയ്തത് വിത്തിൻ 2 വീക്സ് ആയിരുന്നു. അത് ഞങ്ങളുടെ ഹൗസ് വാമിങ് നിയർ ചെയ്യണ സമയം, ആ സമയം കൊണ്ട് അത് വൃത്തിയായി തീർക്കുകയും ചെയ്തു. അപ്പോൾ വിത്തിൻ ടൈം ലൈൻസ് പെർഫെക്റ്റ് ക്വാളിറ്റിയിൽ തീർക്കാൻ പറ്റിയത് ഞാൻ സിനിപാൻഡ ടീമിന് ഐ എം വെരി ഹാപ്പി വിത്ത് ദ സർവീസസ് ദാറ്റ് ഐ ഹാവ് റിസീവ്ഡ് ഫ്രം ദം. ലൈക്ക് ബാലു സെഡ്, ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ഒരു പ്ലാൻ ആയിരുന്നു ഇത്. അതായത് എക്സിസ്റ്റിംഗ് ഫാമിലി ലിവിംഗ് ആയിരുന്നു, അത് ഹോം തിയേറ്റർ ആക്കുക എന്നുള്ളത്. അപ്പോൾ യൂഷ്വലി ഹോം തിയേറ്റേഴ്സ് വല്ല മോളിലും കുറച്ച് അങ്ങനത്തെ സ്പേസസിലായിരിക്കും. ബട്ട് ദിസ് ഇസ് ആക്ച്വലി ഇൻ ദ മിഡിൽ ഓഫ് ദ ഹൗസ്, ഒരു മെയിൻ പ്ലേസ് ആണത്. സോ വി വെർ റിയലി അപ്രിഹെൻസീവ് ബിക്കോസ് അത് പൊടി അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. ബിക്കോസ് എല്ലാം ഫേർണിഷിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയാക്കി ഇട്ടിരിക്കുക. ഓൺലി ദിസ് വാസ് ടു ബി ഡൺ. ബട്ട് ഐ ഷുഡ് ടെൽ യു ദ ടീം ഇസ് റിയലി കോമ്പീറ്റൻറ്റ്. അവരുടെ ഒരു എക്സ്പെർട്ടീസ് ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കി. ബിക്കോസ് ഒന്നും ബുദ്ധിമുട്ടിക്കാതെ, ഡ്രില്ലിംഗ് ആണെങ്കിലും പൊടി വന്നാലും വാട്ട് എവർ ഹാസ് ഹാപ്പൻഡ് അവരത് ടേക്ക് കെയർ ചെയ്തു. ടൈം ബൗണ്ടായിട്ട് പറയുന്ന രീതിയിൽ ഞങ്ങളുടെ ഇഷ്ടത്തിന്, അതുപോലെ എക്സിസ്റ്റിംഗ് ഇൻറ്റീരിയേഴ്സിനെ ഒന്നും ടാമ്പർ ചെയ്യാതെ അതിനെ മൊത്തത്തിൽ എൻഹാൻസ് ചെയ്ത് അവർക്ക് ചെയ്തു തരാൻ സാധിച്ചു. വി ആർ റിയലി ഹാപ്പി അബൌട്ട് ദ ടീം. Thank you so much. Thank you, Cinepanda.